താമരശ്ശേരി രൂപത ബിഷപ്സ് ഹൌസിലേക്ക് ഭീഷണി കത്തയച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് കേന്ദ്ര സമിതി വീണ്ടും രംഗത്ത്. കേരളത്തിൽ ക്രൈസ്തവ നേതൃത്വത്തിനും സ്ഥാപനങ്ങൾക്കുമെതിരെ വളർന്നുവരുന്ന അസഹിഷ്ണുതയുടെ പിന്നിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചേ തീരുവെന്നും സമിതി പ്രസ്താവനയിൽ അഭിപ്രായപ്പെട്ടു. അതേസമയം ഭരണവ്യവസ്ഥകൾ നിശ്ചലമാകുന്ന അവസ്ഥയിൽ ക്രൈസ്തവ സമൂഹത്തിന് സംരക്ഷണം ഒരുക്കുവാൻ കത്തോലിക്ക കോൺഗ്രസ് കർമ്മരംഗത്ത് ഉണ്ടായിരിക്കുമെന്നും അറിയിച്ചു. ആദരണീയനായ താമരശ്ശേരി രൂപതാധ്യക്ഷനെതിരെ ബിഷപ്സ് ഹൌസിലേക്ക് ഭീഷണി കത്തയച്ച സംഭവത്തിൽ സർക്കാരും പോലീസും ഉണർന്നു പ്രവർത്തിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് കേന്ദ്ര സമിതി ആവശ്യപ്പെട്ടു. കേരളത്തിൽ ക്രൈസ്തവ നേതൃത്വത്തിനും സ്ഥാപനങ്ങൾക്കുമെതിരെ വളർന്നുവരുന്ന അസഹിഷ്ണുതയുടെ പിന്നിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചേ തീരുവെന്നും സമിതി അഭിപ്രായപ്പെട്ടു. സാമുദായികമായ ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളും ഇത്തരം നീക്കങ്ങളുടെ പിന്നിലുണ്ടോ എന്നും കൃത്യമായി അന്വേഷിക്കണമെന്നും പ്രസ്താവനയിൽ ഓർമ്മപ്പെടുത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ സംഭവത്തിൽ അടിയന്തരമായി ഇടപെടണം. വളരെ ആസൂത്രിതമായ ഇത്തരം സംഭവങ്ങളിൽ സർക്കാരിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നിഷ്ക്രിയത്വം കേരളത്തെ പിന്നോട്ട് നയിക്കും. ഭരണവ്യവസ്ഥകൾ നിശ്ചലമാകുന്ന അവസ്ഥയിൽ ക്രൈസ്തവ സമൂഹത്തിന് സംരക്ഷണം ഒരുക്കുവാൻ കത്തോലിക്ക കോൺഗ്രസ് കർമ്മരംഗത്തുണ്ടായിരിക്കുമെന്നും അറിയിച്ചു. പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിഷയം അടക്കമുള്ള സംഭവങ്ങൾ പരാമർശിച്ച് ക്രൈസ്തവ സമുദായത്തിനെതിരെ ഭീഷണി മുഴക്കി താമരശ്ശേരി രൂപത ബിഷപ്സ് ഹൌസിൽ രൂപതാധ്യക്ഷനെതിരെ ശനിയാഴ്ചയാണ് ഭീഷണി കത്ത് വന്നത്. ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കുമെതിരെ ഭീഷണി മുഴക്കുന്ന കത്തിൽ ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ പേരിൽ അബ്ദുൾ റഷീദ് എന്നയാളാണ് ഒപ്പുവച്ചിരിക്കുന്നത്. ഷെക്കേന ന്യൂസ്, കോട്ടയം.